എഴുത്. കണ്ടില്ലേ ചാ? മാഷേ, ആതിര ഇപ്പൊ വിളിച്ചിരുന്നു. അതിപ്പോ പറയാൻ മാത്രം എന്താ വിശേഷം? അവളൊന്നും വിളിക്കുന്നതല്ലേ? ഇപ്പൊ 2 ദിവസം കൊണ്ട് അവള് വിളിക്കുന്നതേ അവളുടെ സംശയം തീർക്കാനാ. സംശയം? എന്ത് സംശയം? മോളെ ആവണി, മക്കളകത്ത് പോയിരുന്നു പഠിക്ക്. ചെല്ല് മോളെ, ബുക്ക്. പ്രസവിക്കാത്ത സ്ത്രീകൾ കുഞ്ഞുങ്ങളെ എടുത്താലേ കുഞ്ഞിന് എന്തെങ്കിലും ദോഷം വരുമോന്ന് അവളുടെ വലിയ സംശയം. പണ്ടൊക്കെ അങ്ങനെയൊക്കെ പറയുമായിരുന്നു. ഇപ്പൊ അതൊന്നും ആരും നോക്കാറില്ല. ഈ കാലത്തൊക്കെ ആരാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? വേറെ ആരും ചിന്തിച്ചില്ലെങ്കിലും ആതിര ഇതൊക്കെ ചിന്തിക്കുന്നുണ്ട്. അവൾ അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ ചിന്തിച്ചോട്ടെ, മറ്റാർക്കും ഉപദ്രവമൊന്നുമില്ലല്ലോ. മാഷത് എന്തറിഞ്ഞിട്ടേ ഈ പറയുന്നത്? പ്രസവിക്കത്തവളെന്ന് അവള് പറഞ്ഞതേ നമ്മുടെ അച്ചുമോളെയാ. അച്ചുമോൾ അവളുടെ കുഞ്ഞിനെ എടുത്താ ആ കുഞ്ഞിന് എന്തെങ്കിലും ദോഷം വരുമെന്നാ അവളോട് ചോദിച്ചോണ്ടിരിക്കുന്നത്. മുമ്പ് ഇതേ ചോദ്യം അവളോട് ചോദിച്ചതാ. അത് പക്ഷെ അച്ചുവിനെയാണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ ചിന്തിച്ച പോലും ഇല്ല. ഇന്ന് അവളത് ഇങ്ങോട്ട് പറഞ്ഞു. മുൻപ് വിളിച്ചപ്പോ തന്നെ എനിക്ക് സംശയം തോന്നിയതാ. ഞാൻ അന്ന് തന്നെ അനഘയെ വിളിച്ച് ചോദിച്ചു. അവളൊന്നും വിട്ടു പറയുന്നുമില്ല. അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഈശ്വര, ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ അവിടെ നടക്കുവാവോ? എന്ത് നടക്കാൻ? ആതിര കൂടെ കൂടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതവിടെ എല്ലാവർക്കും അറിയാം. ഇതുപോലെ ഓരോന്ന് ചെയ്താ അടിച്ച് ചെക്കിട്ട് പൊളിക്കുകയാണ് വേണ്ടത്. അനുപേട്ട, ആതിരെ ഒന്ന് വിളിച്ചു നോക്കിയേ. എന്നിട്ട് അവിടെ എന്താ പ്രശ്നമെന്ന് ചോദിക്കേ. മര്യാദയ്ക്ക് അവളുടെ കാര്യം നോക്കി അവിടെ കഴിയാൻ പറ. വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ. ഞാൻ വിളിക്കില്ല. വിളിച്ചാൽ ശരിയാവത്തുമില്ല. ഇമ്മാതിരി വർത്താനം എന്നോട് പറഞ്ഞാ ഈ അവസ്ഥയിൽ ഞാൻ അവിടെ പോണ്ടി വരും. അതുകൊണ്ട് ഞാൻ അവളോട് സംസാരിക്കുന്നില്ല. ഞാൻ വിളിക്കാം. അങ്ങനെ എന്തേലും ചിന്ത മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയേക്കാൻ ഞാൻ പറയാം അവളോട്. ഓ, എന്താ സ്വിച്ച് ഓഫ് ആണ്. അവക്കറിയാം അമ്മ ഇത് നമ്മളോട് പറയുന്നു. ഇതും പറഞ്ഞ് നമ്മൾ ആരെങ്കിലും അവളെ വിളിക്കുന്നു. അതാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത്. മാഷ് അച്ചുമോളെ വിളിച്ചേ. ഒന്ന് വിളിച്ചേ. ഇത് മനസ്സിൽ വെച്ച് ആതിര അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്ന് നമുക്കറിയണമല്ലോ. അവളോട് ചോദിക്കേ, അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന്. ആതിരയുടെ സ്വഭാവം വെച്ച് അവള് മിക്കവാറും എന്തേലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഞാൻ അച്ചുമോളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ അച്ഛാ. ആ, കിടന്നോ മോളെ? ഇല്ല അച്ഛാ. എന്താ ഈ രാത്രിയിൽ? അവിടെ നീയും ആതിരയും തമ്മിൽ എന്തെങ്കിലും വഴക്കായോ? മറ്റൊന്നും കൊണ്ട് ചോദിച്ചതല്ല. ആതിരയുടെ വർത്തമാനത്തിൽ കമലയ്ക്കും മീരയ്ക്കും ഒരു സംശയം തോന്നി. അവളെ വിളിച്ചിട്ട് എടുത്തില്ല. അതാ മോളെ വിളിച്ചത്. ഇവർക്കിത് വെറുതെ തോന്നിയതാണെങ്കിലേ അത് മനസ്സിലിട്ടുകൊണ്ടിരിക്കണ്ട എന്ന് കരുതിയിട്ടാ മോളെ വിളിച്ചത്. ഞാനും ആതിരയും തമ്മിൽ പ്രശ്നമൊന്നുമില്ല അച്ഛാ. ഞങ്ങൾ പഴയതുപോലെ തന്നെയാ. അവർക്ക് ചിലപ്പോൾ തോന്നിയതാവും. അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്. ഞാൻ അച്ഛനെ വിളിക്കാം.
ആരൊക്കെയായി വന്നിരിക്കുന്നേ? കാണാൻ ഗസ്റ്റ് ഉണ്ടെന്ന് പോലീസ് ഏമാൻ വന്ന് പറഞ്ഞപ്പോ അത് ഈ VIP ഗസ്റ്റുകളായിരിക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ അങ്ങോട്ട് വന്ന് കാണാനായിട്ട് ഇരിക്കുമായിരുന്നു. ഒന്ന് മുഖാമുഖം കാണാനേ. നീ അങ്ങനെ അങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടുണ്ടാന്ന് കരുതിയാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് ഇനി നീ അങ്ങോട്ട് എഴുന്നള്ളുകയും വേണ്ട. അത് പോരല്ലോ സച്ചി സാറേ. ഇത്രയും അംഗങ്ങൾ മാത്രമല്ലല്ലോ ആ വീട്ടിലുള്ളത്. എനിക്കും എന്നെയും മറക്കാൻ പറ്റാത്തൊരു പെൺകുട്ടി കൂടി ആ വീട്ടിലില്ലേ? അവൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ നെല്ലിശ്ശേരിയുടെ പടി ചവിട്ടും. അത് പറയാനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നിന്നെ ഇനി നെല്ലിശ്ശേരിയിൽ കാണരുത്. മുമ്പ് പറഞ്ഞ പെൺകുട്ടിക്കുൾപ്പെടെ അവിടെ ഇനി നിന്നെ ആർക്കും കാണണ്ട. അതുകൊണ്ട് വെറുതെ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് നീ ഇനി അങ്ങോട്ടേക്ക് വരരുത്. ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ? പ്രശ്നം മൊത്തം അർച്ചന മാഡം തന്നെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുവല്ലേ. അതിനൊരു അവസാനം കാണണ്ടേ നമുക്ക്? അല്ല, നിങ്ങൾ എന്ത് കരുതി? കല്യാണം മുടങ്ങി എന്നെ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി ക്ലൈമാക്സ് എന്നോ? അത് വെറും ആന്റി ക്ലൈമാക്സ് അല്ലേ. ശരിക്കുള്ള കാര്യങ്ങളൊക്കെ ഇനിയാ നടക്കാൻ പോകുന്നത്. ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് സച്ചി സാറേ, അതൊരു സുഖമില്ലാത്ത വെളിയാ. സച്ചി, നിനക്ക് ഈശ്വരൻ ആയുസ് നീട്ടി തന്നതുകൊണ്ടാ നീ ഇപ്പോ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. ആ ഈശ്വരന്റെ പേരാടാ ധനുഷ്. അതെങ്ങനെ ശരിയാവും? അതിന് നിന്റെ പേര് ധനുഷ് എന്നല്ലല്ലോ, ഷാഹിർ മുഹമ്മദ് എന്നല്ലേ? സർട്ടിഫിക്കറ്റുകളിൽ നീ ആ പേര് സ്വയം മായ്ച്ചു കളഞ്ഞു എന്ന് കരുതി നീ എങ്ങനെയാ അതല്ലാതാവുന്നത്? ഇതിനകത്ത് കിടന്ന് നീ പലതും പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പുറത്ത് വരുമ്പോ വീണ്ടും സ്നേഹയെ ചതിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഇനി ഒരു നിയമത്തിനും വിട്ടുകൊടുക്കില്ല നിന്നെ. ശിക്ഷ ഞങ്ങൾ തന്നെ അങ്ങ് നടപ്പിലാക്കും. ഞാൻ സ്നേഹയെ ചതിച്ചെന്നോ? എന്തൊക്കെയാ അർച്ചന ഈ പറയുന്നേ? തീവ്രാനുരാഗത്തിന്റെ എക്സ്ട്രീമിലാണ് ഞങ്ങളിപ്പോ. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും കൂടെ വന്ന ഈ ഡോക്ടർ കൊച്ചിനും മനസ്സിലാവും. പേര് കേട്ട വലിയ കുടുംബത്തിലെ ഡോക്ടർ അബ്ദുൽ ഖാദറും അനാഥാലയത്തിലെ ചുവരുകൾക്കുള്ളിൽ വളർന്നു വലുതായ സന്ധ്യയും ചേർന്ന് അത്രയ്ക്കും വിപ്ലവകരമായ പ്രേമമല്ലായിരുന്നോ? എനിക്കറിയാം ഡോക്ടർ അബ്ദുൽ ഖാദറിനെ. ഒരു തവണയും ഞാൻ അവനെ കണ്ടിട്ടുള്ളൂ. ഒരൊറ്റ തവണ, അവന്റെ മരണസമയത്ത്. നേരിട്ട് കാണുമ്പോ ഞാനും അവന് വണ്ടിയിലായിരുന്നു. ഞാൻ ഇടിച്ച വണ്ടിയിലും അവൻ ഇടികൊണ്ട വണ്ടിയിലും. ഞാൻ തന്നെയാ അബ്ദുൽ ഖാദറിനെ കൊന്നത്. ആദ്യമായിട്ടായിരിക്കും പോലീസിനോടല്ലാതെ ജയിലിൽ കിടന്ന ഒരാൾ കൊലപാതക കുറ്റം ഏറ്റുപറയുന്നത്. അങ്ങനെ നിങ്ങൾ അറിഞ്ഞതും അറിയാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ധനുഷിന്റെ ജീവിത പുസ്തകത്തിൽ. അതിലെ ഓരോ പേജും നിങ്ങളെ ഞെട്ടിക്കുന്നതാ. ഇതുപോലെ തെളിവില്ലാത്ത പല കേസുകളും പല പോലീസ് സ്റ്റേഷനുകളിലുമുണ്ട്. ഷാഹിർ മുഹമ്മദിന്റെ പേരില്ലാത്ത കുറ്റപത്രങ്ങൾ. ഞാനിപ്പോ പറഞ്ഞതിനെ തെളിവൊന്നുമില്ല. പിന്നെ പറഞ്ഞത് എന്നെ ഇതുപോലെ അകത്താക്കുമ്പോ മിനിമം ആ കേസിലെങ്കിലും അകത്താക്കണം ഇനി. അല്ലെങ്കിലേ എനിക്ക് നാണക്കേടാ. സർട്ടിഫിക്കറ്റിൽ പേര് മാറ്റി
അച്ഛനെയും അമ്മയും വാടകയ്ക്കെടുത്തു. ഇങ്ങനെയുള്ള ജാമ്യത്തിന്റെ പരിരക്ഷയുള്ള ചീള് കേസുകളിൽ റിമാൻഡ് കാലാവധി പറഞ്ഞ് എന്നെ ഇങ്ങോട്ടേക്ക് അയക്കരുത്. ഇതിനകത്തേക്ക് വരുന്നെങ്കിൽ മിനിമം ഒരു ജീവപര്യന്തം, അല്ലെങ്കിൽ തൂക്ക് കയറ്. ഇതിലേതെങ്കിലും ഒന്നിനെ ഞാൻ ഇനി ഇതിനകത്തേക്ക് വരൂ. ഊണ് കഴിക്കാൻ വന്നവർക്ക് ബിരിയാണി കിട്ടിയ അവസ്ഥയായി ഇപ്പൊ 3 പേരുടെയും മുഖത്ത്. ഞാൻ ഒരുത്തനെ കൊന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ തിരികെ എന്തെങ്കിലും പറയാനായിട്ട് ഇനി നാവ് പൊന്താതെയായി. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങി എന്റേതായ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോ അതിന്റെ ഇടയിൽ വരരുത്. പ്രത്യേകിച്ച് അർച്ചന. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് ചിത്രപ്പണികളൊന്നും ചെയ്യാത്തൊരു തൂവെള്ള സാരി വാങ്ങിച്ചു വെച്ചതിന് ശേഷം മാത്രമായിരിക്കണം. സന്ധ്യയോട് ചോദിച്ചാൽ പറഞ്ഞുതരും ആ കാലത്തിൽ ഭർത്താവ് പിരിഞ്ഞു പോയ ഭാര്യയുടെ അവസ്ഥ എന്താണെന്നുള്ളത്. നീ മതിയാക്ക്. എന്റെ നിന്റെ ഇടയ്ക്ക് ഈ കമ്പികളുള്ളതുകൊണ്ടാ. അല്ലെങ്കിൽ നീ ഇത്രയും പറഞ്ഞു തീരും മുമ്പേ നിന്നെ ഞാൻ വെള്ളം ഒതപ്പിച്ചാനെ. നീ പുറത്തേക്കിറങ്ങ. അബ്ദുൾ ഖാദർ കൊലപാതക കേസ് തെളിയിച്ച് നിന്നെ 10-12 വർഷത്തേക്ക് സുഖവാസത്തിന് അയക്കുന്നുണ്ട് ഞങ്ങള്. അതെ, ഈ സബ് ജയിലിലല്ല, അങ്ങ് സെൻട്രൽ ജയിലില്. അതിന് ഞങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്ത് വേണമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം. എന്തായാലും നിന്നെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇനി അഥവാ ഞങ്ങൾ നിന്നെ വെറുതെ വിട്ടാലും അതിനൊരിക്കലും കഴിയാത്തൊരാളുണ്ട്. ഇത്രയും നാളും നീ രക്ഷപ്പെട്ടു പോയതുപോലെ ആവില്ല ഈ കേസിൽ. ഡോക്ടർ അബ്ദുൾ ഖാദറിന്റെ കൊലപാതകം നീ ഇപ്പൊ ഏറ്റു പറഞ്ഞത് നിന്റെ നാശത്തിനാ. അത് നിനക്ക് പിന്നീട് മനസ്സിലാവും. ഞാൻ അവസാനം പറഞ്ഞ ഈ വാചകം മനസ്സിൽ ഓർത്തു വച്ചേക്കണമെന്ന്. നിന്റെ മരണസമയത്ത് മരണമണിക്ക് തുല്യമായി നീ കേൾക്കാൻ പോകുന്നത് ഇതാ. ഏതായാലും നീ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങും, അപ്പോഴല്ലേ ബാക്കി. ഒത്തുതീർപ്പിന് വന്നവര് എന്റെ മരണത്തെക്കുറിച്ച് പറയുന്ന സ്ഥിതിക്ക് ഒരു കാര്യം ഉറപ്പ്, ഇനിയാണ് പോരാട്ടം. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ. തുടങ്ങാം നമുക്ക് പോരാട്ടത്തിന്റെ 2ാം പകുതി. നിന്റെ ഭർത്താവിനെ കൊന്നവനെ കാണുന്ന മാത്രയിൽ തന്നെ കൊല്ലാൻ നടന്നവളാ ഞാൻ. ഇപ്പം എനിക്കതിനെ സാധിച്ചില്ല. ഇവനിവിടുന്ന് ഇറങ്ങുന്ന അന്ന് ഞാനിവനെ തീർക്കും. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? നിന്നെ വന്നൊന്ന് കാണണമെന്നും സംസാരിക്കണമെന്നും എപ്പോഴും ആലോചിക്കും. പറയാൻ മറ്റൊന്നും ഇല്ലാതിരുന്നുകൊണ്ടാ ഇങ്ങോട്ട് വരാതിരുന്നത്.
പിന്നെ സ്നേഹ നീ അല്പസമാധാനത്തിന് ഏട്ടം. അതെ, കുറച്ചു നേരമെങ്കിൽ കുറച്ചു നേരം എല്ലാം മറന്ന സമാധാനത്തോടെ എനിക്കൊന്ന് ഉറങ്ങണമെങ്കിൽ ഇപ്പൊ ഇതില്ലാതെ പറ്റില്ല. സമാധാനത്തിന് വേണ്ടി നീ തിരഞ്ഞെടുത്ത വഴിയാണോ ഇത്? അതിന് മാത്രം എന്താ നിന്റെ പ്രശ്നം? പ്രശ്നം ഇവിടെ എല്ലാരും മറന്നു തുടങ്ങിയത് തന്നെയാ ഇപ്പൊ എന്റെ പ്രശ്നം. ആ പ്രശ്നത്തിന്റെ പേര് ധനുഷെന്ന. എനിക്ക് വേണ്ടി ജയിലിൽ കിടക്കുന്ന ധനുഷ്. മോളെ, നീ ഇപ്പോഴും അതോർത്ത് ജീവിക്കുകയാണോ? അതും ഇത്രയൊക്കെ അറിഞ്ഞിട്ടും. നന്ദേട്ടൻ പറയുന്നത് അർച്ചനേട്ടത്തി ധനുഷിനെതിരെ നിരത്തിയ കുറ്റങ്ങളല്ലേ? അതൊന്നും അവൻ ചെയ്തിട്ടില്ല നന്ദേട്ട. അർച്ചനേട്ടത്തി മനഃപൂർവ്വം ഉണ്ടാക്കിയ കഥകൾ അതൊക്കെ. അന്ന് ഞാൻ അവനെ കാണാൻ പോയപ്പോ എല്ലാ സത്യങ്ങളും അവൻ എന്നോട് പറഞ്ഞു. ആ പാവത്തിന് ഇനിയും ശിക്ഷിച്ച നമ്മൾ ആരും ദൈവത്തിന്റെ കോടതിയിൽ നിന്ന് രക്ഷപ്പെടില്ല. ആ കുറ്റബോധം കൊണ്ട് ഞാൻ കുടിക്കുന്നു. അവൻ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് വരെ ഇത് തുടരാനാ എന്റെ തീരുമാനം. ധനുഷ് എനിക്ക് വേണ്ടി അവിടെ അനുഭവിക്കുന്നതിന് പകരമായി ധനുഷിന് വേണ്ടി ഞാൻ ഇവിടെ സ്വയം തീരുക. ഞാൻ കുറെ ആലോചിച്ചു, പല രീതിയിൽ പലവട്ടം. ആ ആലോചനയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് സ്നേഹിക്ക് ഒരിക്കലും ധനുഷില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന്. എന്റെ ഏത് ആഗ്രഹവും സാധിച്ചു തരാന്ന് അന്ന് നന്ദേട്ടൻ പറഞ്ഞില്ലേ? എന്റെ ഒരു ആഗ്രഹവും കൂടി നന്ദേട്ട സാധിച്ചു തരണം. ധനുഷിനെ പുറത്തിറക്കി തരണം. എനിക്ക് അവനില്ലാതെ പറ്റില്ല നന്ദേട്ട. എന്നെ ഒന്ന് മനസ്സിലാക്ക്. നമുക്ക് ഈ വിഷയം നാളെ സംസാരിക്കാം. ഇപ്പൊ ഇതിനെക്കുറിച്ച് സംസാരിച്ചാ ശരിയാവത്തില്ല. നീ കിടന്ന് ഉറങ്ങ്. എനിക്ക് മനസ്സിലായി നന്ദേട്ടൻ എന്താ ഇങ്ങനെ പറഞ്ഞെന്ന്. ഞാൻ ഫിറ്റാന്ന് കരുതിയിട്ടല്ലേ? എന്നാ നാളെ ഞാൻ പറയാൻ പോകുന്നത് ഇത് തന്നെയാ. മദ്യത്തിന്റെ അബോധാവസ്ഥയിലല്ല നന്ദേട്ട ഞാൻ ഈ സംസാരിക്കുന്നേ. എനിക്ക് അവൻ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ ഞാൻ ഇങ്ങനെ നിന്ന് പറയുന്നേ ഉള്ളൂ. സത്യം പറഞ്ഞ മനസ്സ് നുറുങ്ങിപ്പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ ആർക്കും മനസ്സിലാവുന്നില്ല. പിന്നെ എങ്ങനെയാ എല്ലാരും എന്റെ മനസ്സ് കാണുന്നേ? ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സ് എന്നെ കളിയാക്കാറുണ്ട്. 3 ആങ്ങളമാരുടെ പൊന്നു പെങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട്. അന്നത് കേട്ട് ഞാൻ കുറെ അഹങ്കരിച്ചിട്ടുണ്ട്. അതിന്റെ ശിക്ഷയാണെന്ന് തോന്നുന്നു ഇപ്പൊ ഈ കിടന്ന് അനുഭവിക്കുന്നത്. ഈ നിമിഷം വരെ എന്നെ കുറ്റപ്പെടുത്താനല്ലാതെ ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല. അതിൽ കുറച്ചെങ്കിലും എന്നോട് ദേഹ കാണിക്കുന്നത് നന്ദേട്ടന. അതുകൊണ്ടാ എന്റെ ആവശ്യം ഞാൻ നന്ദേട്ടനോട് പറയുന്നത്. എനിക്ക് അവനെ വേണം നന്ദേട്ട. അവനില്ലാതെ എനിക്ക് പറ്റില്ല. എന്നൊന്നും മനസ്സിലാക്ക്. ഞാൻ നന്ദേട്ടന്റെ കാല് പിടിക്കാം. അവൻ ജയിലിൽ കിടക്കുന്ന ഓരോ നിമിഷവും തകരുന്നത് ഞാനും. അവനില്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ വേറെ ഒന്നുമില്ല. അവനെ കാണുന്നതാ എന്റെ സന്തോഷം. അവന്റെ ഒപ്പമുള്ള ജീവിതം എന്റെ സമാധാനം. ജയിലിൽ പോയി അവനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഒന്നും ഞാൻ അറിയില്ലായിരുന്നു. എല്ലാവരെയും പോലെ മനസ്സിൽ അവനെയും ശപിച്ച് ഞാൻ കഴിഞ്ഞുകൂടുമായിരുന്നു. ഞങ്ങളുടെ സ്നേഹത്തിന്റെ ശക്തി കൊണ്ട് ഈശ്വരന എല്ലാം എനിക്ക് ബോധ്യപ്പെടുത്തി തന്നത്. ഇനി അവനെ ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ അവനെ സ്നേഹിക്കുന്നതിൽ എന്തർത്ഥമുള്ള? അതിലും ഭേദം ഞാൻ മരിക്കുന്നതാ. ഈ മദ്യത്തിന്റെ ധനുഷിനോടുള്ള സ്നേഹത്തിന്റെ ബലം മതി എനിക്കതിന്. കോടതിയിൽ കൊണ്ടുവരുമ്പോ ജാമ്യം കിട്ടുമെന്ന അവൻ എന്നോട് പറഞ്ഞ്. പക്ഷേ
അതിനുവേണ്ടി വക്കീലിനെ ഏർപ്പാടാക്കാനൊന്നും ആരുമില്ലെന്നും പറഞ്ഞു. അവൻ അനാഥനാ നന്ദേട്ട, ആരുമില്ലാത്തവനാ. പക്ഷെ അവന് ഞാനുണ്ടെന്ന് ഉറപ്പ് കൊടുത്തിട്ടാ ഞാൻ ജയിലിൽ നിന്ന് വന്നത്. ആ ഉറപ്പ് പാലിക്കാൻ പറ്റാതെ വന്ന എന്റെ ധനുഷിനെ ശിക്ഷിച്ച് അവൻ തിരികെ ജയിലിലെത്തുന്നതിന് മുമ്പ് നന്ദേട്ടന്റെ സ്നേഹമോൾ ആത്മഹത്യ ചെയ്യും. ഇത് മദ്യത്തിന്റെ ലഹരിയിൽ ഞാൻ പറയുന്നതല്ല. ഞാൻ ചെയ്യൂന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. ധനുഷിന് വേണ്ടി ആകുമ്പോ ഒരു കുറ്റബോധം ഇല്ലാതെ ഞാനത് ചെയ്യും. മോളെ